വാർത്തയിലേക്ക് CSR ഫണ്ടിന്റെ മറവിൽ ഇതുവരെ നടന്നത് 350 കോടി രൂപയുടെ തട്ടിപ്പെന്ന് പോലീസ്. എറണാകുളത്ത് പറവൂരിൽ മാത്രം 1000-ലധികം പേരാണ് തട്ടിപ്പിനിരയായത്. മൂവാറ്റുപുഴയിൽ ലഭിച്ച പരാതിയിൽ ഇടുക്കി സ്വദേശി അനന്തകൃഷ്ണൻ പിടിയിലായതോടെ കൂടുതൽ പരാതികൾ ഉയർന്നു വരികയാണ്. ഡാനി പോൾ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. ഡാനി, ഗുഡ് മോർണിംഗ്. ആദ്യം നമ്മൾ കേട്ടത് ഒരു മഞ്ഞുമലയുടെ, മൂവാറ്റുപുഴയിൽ നിന്ന് കേട്ടത് ഒരു മഞ്ഞുമലയുടെ അറ്റം മാത്രമായിരുന്നു. സംസ്ഥാന വ്യാപകമായി നടന്ന വലിയൊരു തട്ടിപ്പിന്റെ ചങ്ങല തന്നെയാണ് ഇപ്പോൾ തെളിഞ്ഞു വരുന്നത്. ഓരോ ഇടത്തു നിന്ന് പരാതികൾ വന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ. പൈസ പോയ പലരും നാണക്കേട് കൊണ്ട് മിണ്ടാതിരുന്നതായിരിക്കും കഴിഞ്ഞ കുറെ ദിവസങ്ങളിൽ. പക്ഷേ ഇതിപ്പോ അനന്തകൃഷ്ണൻ പിടിയിലായതോടെ ഈ റാക്കറ്റിന്റെ വലിയ ആഴം തന്നെയല്ലേ ഇപ്പോൾ മനസ്സിലാവുന്നത്? ശ്രീജ, ഇത് ഓരോ ദിവസം ചെല്ലും തോറും ഇതിൻ്റെ ഒരു തട്ടിപ്പിൻ്റെ വ്യാപ്തി ഓരോ ദിവസം വർദ്ധിക്കുന്നു എന്നത് തന്നെയാണ്. പക്ഷേ ഇതിലുള്ളൊരു വിഷയമെന്ന് പറയുന്നത് പരാതിയുമായി കൂടുതൽ പേർ മുന്നോട്ട് വരാത്തതാണ് ഇതിൻ്റെ ഒരു പ്രധാന വിഷയം. ഇപ്പോൾ പോലീസിൻ്റെ റിപ്പോർട്ടിൽ തന്നെ 300 കോടിയിലധികം രൂപയുടെ തട്ടിപ്പ് നടന്നിട്ടുണ്ടെന്നാണ് പോലീസ് അനുമാനിക്കുന്നത്. കാരണം ഇതിൻ്റെ ഒരു ആളുകൾ ഔദ്യോഗികമായി പരാതി നൽകിയിട്ടില്ലെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന വിവരശേഖരണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് ആ കണക്ക് പറയുന്നത്. അപ്പോൾ ഇതിൽ കൂടുതൽ പേരും ഇരയായിരിക്കുന്നത് വീട്ടമ്മമാരാണ്, സ്ത്രീകളാണ് കൂടുതലും ഇതിൻ്റെ തട്ടിപ്പിൻ്റെ ഒരു ഇരയായി മാറിയിരിക്കുന്നത് എന്നതാണ്. കാരണം ഈ ഇരുചക്ര വാഹനങ്ങൾ പ്രത്യേകിച്ചും അവർക്ക് കൂടുതൽ ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലുള്ള വാഹനങ്ങൾ, അത് കൂടുതലും അവരുടെ ഭാഗത്തു നിന്നാണ് കൂടുതൽ ബുക്കിങ്ങുകൾ വന്നിരിക്കുന്നത്. പകുതി വിലയ്ക്ക് ഇത് നൽകുന്നു എന്നതാണ്. ആ രീതിയിൽ പറഞ്ഞുകൊണ്ട് പകുതി മറ്റ് വലിയ കമ്പനികളുടെ ഒരു CSR വിഹിതവും ഒപ്പം തന്നെ കേന്ദ്ര സഹായം, സർക്കാരിൻ്റെ ഭാഗത്ത് സഹായം ഈ ഒരു പ്രത്യേക പദ്ധതിക്കുള്ള സ്ത്രീ ശാക്തീകരണം അടക്കമുള്ള കാര്യങ്ങൾ ലക്ഷ്യമിട്ടാണ് ഇത് നടപ്പാക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞ് വിശ്വസിപ്പിച്ചുകൊണ്ടാണ് ഇതിൻ്റെ ഒരു ആദ്യ സ്ലോട്ടുകളെല്ലാം ഇവർ കൊടുക്കുകയും അങ്ങനെ ഒരു വിശ്വാസ്യത നേടിയെടുക്കാനായിട്ട് സാധിക്കുകയും എല്ലാം തന്നെ ചെയ്തു. പക്ഷെ പിന്നീട് അങ്ങോട്ട് അതിൻ്റെ ഒരു തുടർച്ചയുണ്ടായില്ല, വിതരണത്തിൽ തുടർച്ചയുണ്ടായില്ല. പക്ഷേ അതിൻ്റെ ഒരു ബുക്കിംഗ് കാര്യങ്ങൾ ഏറ്റെടുക്കുന്നതിൽ അനസ്യൂതം അവർ മുന്നോട്ട് പോവുകയും ചെയ്തു. അങ്ങനെ വലിയ രീതിയിലുള്ള തുക സമാഹരിക്കപ്പെട്ടു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോഴുമുള്ള ഒരു വിഷയം, പല ഭാഗങ്ങളിലും പരാതികളുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ആലപ്പുഴ ജില്ലയിൽ നിന്ന് ഇത് ഈ രീതിയിൽ തന്നെ സമാനമായ രീതിയിൽ തട്ടിപ്പ് നടന്നിട്ടുണ്ട്. ഇതെല്ലാം ഒരു കണ്ണികൾ തന്നെയാണ്. പല പേരുകൾ പലയിടങ്ങളിൽ അവതരിപ്പിക്കപ്പെടുന്നു, അതിന് പല മുഖങ്ങൾ പല ജില്ലകളിൽ സൃഷ്ടിക്കപ്പെടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ ഒരു മാസ്റ്റർ ബ്രെയിൻ എല്ലാം തന്നെ ഇവരെല്ലാം തന്നെയാണ്. അങ്ങനെ ആലപ്പുഴ ജില്ലയിലും ഇത് ഉണ്ടായിട്ടുണ്ട്. എറണാകുളം ജില്ലയിലേക്ക് വരുമ്പോൾ പറവൂർ മേഖല കേന്ദ്രീകരിച്ച വലിയ രീതിയിൽ ഒരു തട്ടിപ്പ് നടന്നിട്ടുണ്ട്. ഒപ്പം ഏലൂർ, മഞ്ഞുമൽ മേഖലകളിലെല്ലാം തന്നെ ഇവരുണ്ട്. പക്ഷേ ഇവരെ കൂടുതൽ പരാതികളായിട്ട് വരാത്ത കൂടുതൽ സ്ത്രീകൾ തന്നെയാണ്. അതുമാത്രവുമല്ല, ഇവരെ പറഞ്ഞു വിശ്വസിപ്പിച്ചിരിക്കുന്നത്, അവരുമായി ബന്ധപ്പെട്ട ആളുകൾ അവരുടെ വാട്സപ്പ് ഗ്രൂപ്പുകളെല്ലാം തന്നെ പറഞ്ഞു വിശ്വസിപ്പിക്കുന്നത്, നിങ്ങൾക്ക് ഈ വാഹനം നിങ്ങൾക്ക് ലഭിക്കും, ഈ ഇരുചക്ര വാഹനം നിങ്ങൾക്ക് ലഭിക്കും. പക്ഷേ പരാതിയുമായി പോവുകയാണെങ്കിൽ അത് ആ രീതിയിലേക്ക് പോകും, മറ്റ് നിയമ നടപടികളുടെ കുരുക്കിലേക്ക് വരികയും ചെയ്യും. അപ്പോൾ ഞങ്ങൾക്ക് ഇത് നൽകാൻ സാധിക്കാത്ത അവസ്ഥയിലേക്ക് വരും. ആ പരാതി ഉയർന്നു കഴിഞ്ഞാൽ CSR ഫണ്ട് നൽകുന്ന കമ്പനികൾ ഇത് നൽകാതെ വരും. അങ്ങനെ വരുമ്പോൾ ഈ പദ്ധതി നിന്നു പോകും. അപ്പോൾ അത് ഞങ്ങളുടെ ഒരു ഉത്തരവാദിത്തമായിരിക്കില്ല, അത് നിങ്ങൾ നൽകുന്ന പരാതിയുടെ സ്വഭാവം ഇതെല്ലാം തന്നെ അനുസരിച്ചുകൊണ്ടായിരിക്കുമെന്ന് അവർ തന്നെ ചില വാട്സപ്പ് ഗ്രൂപ്പുകളിൽ സന്ദേശം അയക്കുന്നുണ്ട്. അതുകൊണ്ട് പലരും പോലീസിലേക്ക് പരാതിപ്പെടാൻ പലയിടത്തും വൈകുന്നുണ്ട്. ചിലയിടത്ത് 6 മാസത്തോളമെങ്കിലും എത്തിയിട്ടുണ്ട്. ഈ വാഹനത്തിന് വേണ്ടി കാത്തിരിക്കുന്നു. അവരോട് ഉടൻ തരാമെന്ന് പറയുന്നു. അല്ലെങ്കിൽ അവർ ബുക്ക് ചെയ്ത വാഹനം ഇപ്പോൾ ലഭ്യമല്ല. അത് തട്ടിപ്പിൻ്റെ മറ്റൊരു രീതിയാണ്. ഇപ്പോൾ അവർ ഏതെങ്കിലും ഒരു പ്രത്യേക കമ്പനിയുടെ വാഹനമാണ് അവർ നോക്കി വെച്ചിരിക്കുന്നതെങ്കിൽ, അതിനാണ് അവർ പണം ഒടുക്കിയിരിക്കുന്നതെങ്കിൽ അത് ഇപ്പോൾ ലഭ്യമല്ല. അതിൽ കുറച്ച് കാലം കൂടി കാത്തിരിക്കേണ്ടി വരും എന്ന് പറഞ്ഞു. അതാണ് തട്ടിപ്പിൻ്റെ ഒരു ആദ്യഘട്ടം. അതിൽ അവരെ വിശ്വാസമെടുത്തുകൊണ്ട് കുറച്ച് കാലം കൂടി അവർ കാത്തിരിക്കാനായിട്ട് തയ്യാറാവും. കുറച്ച് കാലം കഴിയുമ്പോൾ അത് ലഭ്യമല്ല, മറ്റൊന്നിലേക്ക് അത് മാറാമെന്ന് പറയുന്നു. വീണ്ടും സമയം നീളുകയാണ്. അങ്ങനെ ഈ കുറേ നാളുകളായിട്ട് തന്നെ ഇത് തുടരുന്നു. ഇപ്പോഴെങ്കിലും ഇവർക്ക് ചിലർക്കെങ്കിലും ഇത് ഒരു തട്ടിപ്പാണ് എന്ന രീതിയിലേക്ക് ബോധ്യപ്പെട്ടതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് മൂവാറ്റുപുഴയിൽ പരാതി നൽകാനായിട്ടടക്കം തയ്യാറാവുകയും ചെയ്തത്. ഇനി വൈകാതെ മറ്റിടങ്ങളിലും ഇത്തരം പരാതികൾ ഉയർന്നു വന്നേക്കാം, പോലീസും പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം ഇത് കഴിഞ്ഞ കുറേ നാളുകളായി പലയിടത്തും വഴിവെക്കിലെല്ലാം തന്നെ നമ്മൾ ബോർഡുകൾ കാണുന്നു.
ഇരുചക്ര വാഹനങ്ങൾ വിതരണം ചെയ്യുന്നു. വലിയ രീതിയിലുള്ളൊരു ബുക്കിങ്ങിലേക്ക് കടന്നിരുന്നു. അതുമാത്രവുമല്ല, ഇരുചക്ര വാഹനം വിട്ട് ലാപ്ടോപ്പ്, തയ്യൽ മെഷീൻ തുടങ്ങിയവയിലേക്ക് എല്ലാം തന്നെ കാര്യങ്ങൾ നീങ്ങി വരികയായിരുന്നു. കാരണം ഇതൊരു വിസ്തൃതമാവുകയായിരുന്നു ഇതിൻ്റെ ഒരു നെറ്റ്വർക്കിംഗ് സംവിധാനം എന്ന് പറയുന്നത്. കൂടുതൽ പേരിലേക്ക് കൂടുതൽ തുക തട്ടിയെടുക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയായിരുന്നു. എന്തായാലും ഇതിന് രാഷ്ട്രീയ നേതാക്കളുമായുള്ള ഒരു ബന്ധവും എല്ലാം തന്നെ ഇപ്പോൾ ആരോപിക്കപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് അവരൊരു പ്രതികരണം എന്ന് ആലോചിക്കുമ്പോൾ ഇതുവരെയും ഒരു പ്രതികരണത്തിലേക്ക് ഇവരാരും തന്നെ വന്നിട്ടില്ല. ഇവരുടെ ഒരു പ്രധാനപ്പെട്ട റോൾ എന്തായിരുന്നു, അല്ലെങ്കിൽ അവരുടെ ഒരു മുഖം ഇതിന് ഉപയോഗിക്കുകയായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഇനിയും ഒരു വിശദീകരണവും വ്യക്തതയും എല്ലാം തന്നെ വേണ്ടതുണ്ട്. പക്ഷെ ആരും അത്തരം ഒരു കാര്യങ്ങളിലേക്ക് വന്നിട്ടില്ല. എങ്കിൽ കൂടിയും പോലീസ് ഒരു അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. നേരത്തെ ശ്രീജി സൂചിപ്പിച്ചതുപോലെ തട്ടിപ്പിൻ്റെ മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമാണ് നമ്മൾ തുടക്കം കണ്ടിരിക്കുന്നത്. ഇനിയും മുന്നോട്ട് പോകുന്ന ദിവസങ്ങളിലെല്ലാം തന്നെ ഒരുപക്ഷെ കേരളം കണ്ടൊരു തട്ടിപ്പുകൾ, വലിയ തട്ടിപ്പുകളിലൊന്നായി ഇതും മാറിയേക്കാമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. പോലീസിന്റെ ഒരു അന്വേഷണം തുടരുകയാണ്. ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. അത് മഞ്ഞുമലയുടെ അറ്റം മാത്രമാണ്. പക്ഷെ അപ്പോഴും ഈ പാവപ്പെട്ട സ്ത്രീകളാണ് ഈ തട്ടിപ്പിന്റെ ഇരയായവരിൽ അധികവും. അവർ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത് ഇയാൾ ജയിലിൽ നിന്ന് പുറത്തു വന്നാൽ ആ കൊടുത്ത പൈസ കിട്ടുമെന്ന പ്രതീക്ഷയിൽ ഈ പരാതിയുമായി മുന്നോട്ട് വരാത്ത നിരവധി പേർ ഇപ്പോഴുമുണ്ട്. വലിയ കമ്പനികളുടെ CSR ഫണ്ട് ഉപയോഗിച്ച് ഇങ്ങനെ പകുതി വിലയ്ക്ക് ഇരുചക്ര വാഹനം വാഗ്ദാനം ചെയ്തുള്ള തട്ടിപ്പ് സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലുണ്ട്. ഓരോ ഭാഗത്തു നിന്നാണ് ഇപ്പോൾ പരാതികൾ ഉയരുന്നത്. നമ്മൾ ഇപ്പോൾ കണ്ടത് പറവൂരിൽ 1000-ലധികം പരാതികളാണ്. കായംകുളത്ത് 20-ലേറെ പരാതികളാണ് ഇതുവരെ പോലീസിന് ലഭിച്ചത്. ഇനിയും ഏറെ പേർ പരാതിയുമായി മുന്നോട്ട് വരും എന്ന് തന്നെയാണ് പോലീസ് വിചാരിക്കുന്നത്.